പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്ന ദൈവം. അപ്പോസ്തലപ്രവൃത്തി 9:18 ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണ് കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. പ്രിയരെ, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരുന്ന ദൈവമാണ്. നിന്റെ ജീവിതത്തിൽ എന്തുവാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്? നിന്റെ ആത്മീയ ജീവിതമാണോ നഷ്ടപ്പെട്ടിരിക്കുന്നത്? നിന്റെ വിശ്വാസ ജീവിതമാണോ നഷ്ടപ്പെട്ടിരിക്കുന്നത്? നിന്റെ പ്രാർത്ഥനാ ജീവിതമാണോ നഷ്ടപ്പെട്ടിരിക്കുന്നത്? നിന്റെ ദൈവീക ദർശനത്തിൻ്റെ ജീവിതമാണോ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്? നിന്റെ ആരാധനയുടെ ജീവിതമാണോ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്? ഏതാണ് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്? നീ ദൈവസന്നിധി മടങ്ങി വരിക. കർത്താവ് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുന്നവനാണ്. ഏതെങ്കിലും കാരണത്താൽ നീ അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെട്ടുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിനക്ക് മടക്കി തരും. എന്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് നീ ആദ്യം തിരിച്ചറിയണം. നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എന്നു നീ തിരിച്ചറിഞ്ഞ് ജീവനുള്ള ദൈവത്തോടുകൂടെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടതിനെ സ്വർഗത്തിലെ കർത്താവ് നിനക്ക് തിരിച്ചു തരുവാൻ ഇടയാകും. ഇവിടെ നമ്മൾ വായിച്ച വചനഭാഗം, ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണ് കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ആരെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്? അതായത് ശൗലെന്ന പേരോടുകൂടെ അറിയപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് ശക്തനായ ദൈവരാജ്യത്തിന് വേണ്ടി മിഷൻ പീഠകൾ സഞ്ചരിച്ച് കർത്താവിൻ്റെ വേലയിൽ ശക്തനായി തീർന്ന അപ്പോസ്തലനായ പൗലോസിൻ്റെ ആരംഭഘട്ടത്തിൽ ഉണ്ടായ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസ് എന്ന പേര് പറയുന്ന ശൗൽ തൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏറ്റവും കൂടുതൽ താൻ വെറുത്തിരുന്നത് ക്രിസ്ത്യാനികളെയാണ്. താൻ റോമർ ഗവർണറുടെ അധികാരത്തിൻ്റെ കീഴിൽ, ഗവൺമെൻറ് അധികാരത്തിൻ്റെ കീഴിലുള്ള ജോലിയും പദവിയും തൻ്റെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ടു. ആ ജോലിയുടെ പദവിയുടെ അധികാരത്തിൻ്റെ പത്രവുമായി ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിനെതിരായിട്ട് ഗവൺമെൻറ്റിൻ്റെ അധികാരം ലഭിച്ച പൗലോസ്, അതായത് ശൗൽ എന്നറിയപ്പെടുന്ന വ്യക്തി, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ദൈവമക്കൾക്കെതിരായിട്ടിരുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ താൻ യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ മക്കൾക്ക് വിരോധമായി താൻ എതിർക്കുവാനും പീഡിപ്പിക്കാനും താൻ യാത്ര ചെയ്യുമ്പോൾ ദമസ്കോസ് എന്ന പടിവാതിൽക്കൽ വെച്ച് ശൗൽ എന്നറിയപ്പെടുന്ന, അതായത് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന പൗലോസ്, യേശുവിൻ്റെ ശബ്ദം കേട്ടു. അവിടെ വെച്ച് യേശു ശൗലിനെ വിളിക്കുകയാണ്. ശൗലേ, ശൗലേ, നീ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന ശബ്ദം കേട്ടു. അപ്പോൾ ശൗൽ തിരിച്ചു ദൈവത്തോട് ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ യേശു ശൗലിനോട് സംസാരിക്കുന്നു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. പ്രിയപ്പെട്ടവരെ, ശൗലിൻ്റെ ജീവിതത്തിൽ തൻ്റെ പുറമേയുള്ള കണ്ണുകൾ തുറന്നിരുന്നു, പക്ഷെ ഹൃദയ കണ്ണുകൾ അടഞ്ഞിരുന്നു. ജീവൻ തന്ന ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ ഗവൺമെൻറ്റിൻ്റെ അധികാരം ലഭിച്ച ശൗൽ ഒരു സമയത്ത് യേശുവിനെ വിളിക്കുന്ന ആരാധിക്കുന്നവർക്കെതിരായി താൻ പ്രവർത്തിക്കുവാനിടയായി. ഈ ദൈവശബ്ദം കേട്ടപ്പോൾ തൻ്റെ അകക്കണ്ണും പുറം കണ്ണും അടഞ്ഞുപോയി. 3 ദിവസം കണ്ണ് കാണാത്തവനായി താൻ ആയിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നു. പക്ഷെ വീണ്ടും ദൈവശബ്ദം തനിക്കുണ്ടായി. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തൻ്റെ അടുക്കിലേക്ക് ദൈവം ശൗലിനെ കൊണ്ടെത്തിക്കുകയാണ്. അങ്ങനെ ശൗൽ അന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവഭക്തൻ്റെ അടുക്കിൽ
ശൗലിനെ ദൈവം കൊണ്ടെത്തിക്കുമ്പോൾ അനന്യാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ അടുക്കൽ ശൗൽ കടന്നു പോകുമ്പോൾ കണ്ണ് കാണാൻ കഴിയാത്തവനായി കണ്ണടഞ്ഞുപോയി. പക്ഷേ ഈ ദൈവഭക്തൻ അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. അതായത് അനന്യാസ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തൻ ശൗലിൻ്റെ വീട്ടിൽ ചെന്ന് ശൗലായിരിക്കുന്ന ഇടത്തു ചെന്ന് ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. അപ്പോൾ കണ്ണടഞ്ഞപ്പോൾ ഒരു ചെതുമ്പൽ കൊണ്ട് കണ്ണടഞ്ഞു പോയി. ഈ ദൈവഭക്തൻ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ നഷ്ടപ്പെട്ടു പോയ കാഴ്ച ശൗലിന് മടക്കി കിട്ടുകയാണ്. അപ്പോൾ ഈ കണ്ണടയാൻ ഒരു കാരണം, ഒരു ചെതുമ്പൽ വന്ന് കണ്ണിൽ മൂടി, അങ്ങനെ കണ്ണ് കാണാൻ വയ്യാത്തവനായി. അപ്പോൾ അനന്യാസ് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത് ശൗൽ സംഭവിക്കുന്നത് അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. ആ വീണ് കഴിഞ്ഞപ്പോൾ കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റു സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ടു ബലം പ്രാപിച്ചു. അപ്പം 3 ദിവസം കണ്ണ് കാണാതെയും ഭക്ഷണം കഴിക്കാതെ ഇരുന്ന മനുഷ്യന് അനന്യാസ് എന്ന ദൈവഭക്തൻ പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ കണ്ണ് തുറക്കുകയും ആ നിമിഷത്തിൽ താൻ ദൈവസന്നിധി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും സ്നാനപ്പെടുവാൻ തീരുമാനമെടുക്കുകയും താൻ ആഹാരം കഴിച്ച് ബലപ്പെട്ട് ശക്തിപ്പെട്ട് എഴുന്നേറ്റ് പോകുവാനിടയായി. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകൾ എന്താണ് നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്? ഇവിടെ ശൗലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. 3 ദിവസം കാഴ്ച കാണാതിരിക്കുമ്പോൾ അനന്യാസ് എന്ന ഭക്തനെ ദൈവം അയച്ച് ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചെതുമ്പൽ പോലെ കണ്ണിൽ മൂടിയിരുന്നത് വീണ് തൻ്റെ കാഴ്ച മടക്കി കിട്ടുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധി കടന്നു വന്ന ശേഷം കർത്താവിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആത്മീയ കണ്ണുകൾ അടഞ്ഞു പോകുവാനിടയാകും. നമ്മുടെ ആത്മീയ സാന്നിധ്യം നമ്മന്ന് നഷ്ടപ്പെട്ടു പോകുവാനിടയാകും. അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൻ്റെ മേഖലകൾ വരുന്ന ഏത് കുറവുണ്ടെങ്കിലും നീ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു മടങ്ങുക. പരിശുദ്ധാത്മാവ് നിനക്ക് നഷ്ടപ്പെട്ട മേഖലയെ തിരിച്ചു തരുവാനിടയാകും. ശൗൽ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിന്, കാഴ്ച നഷ്ടപ്പെട്ടതിന് അനന്യാസ് എന്ന ദാസൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് ആ കാഴ്ച തിരിച്ചു ലഭിക്കുകയാണ്. ജീവിതത്തിൽ ബലഹീനകളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഏതെങ്കിലും മേഖലയിൽ നീ രക്ഷിക്കപ്പെട്ട് വന്ന സമയത്തുള്ള ആത്മീയ ജീവിതത്തിൽ നിന്ന് നീ അകന്നുപോയെങ്കിൽ, നിൻ്റെ വിശ്വാസ ജീവിതത്തിൽ നീ അകന്നുപോയെങ്കിൽ, നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകന്നുപോയെങ്കിൽ, ദർശനങ്ങളിൽ നിന്ന് അകന്നുപോയെങ്കിൽ, മുൻപത്തെ പോലെ നിനക്ക് ആരാധിക്കാൻ കഴിയാതെ അലസതയായി മങ്ങിയിരിക്കുന്ന ചെതുമ്പൽ പോലെ നിൻ്റെ ആത്മീയ കണ്ണിനെ മൂടിയിരിക്കുന്നുവെങ്കിൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുവാൻ കാരണമെന്ന് ഒന്നാമത് നീ കണ്ടെത്തി നിൻ്റെ ഹൃദയം കർത്താവിൻ്റെ സന്നിധി കൊടുത്ത് വീണ്ടും മടങ്ങി വാ. നിനക്ക് നഷ്ടപ്പെട്ടതായ ആത്മീയ കാഴ്ചകളും നഷ്ടപ്പെട്ട ആരാധനയും പ്രാർത്ഥനയും ദർശനങ്ങളെയും പരിശുദ്ധാത്മാവ് നിനക്ക് തിരിച്ചു തരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ അറിഞ്ഞോ അറിയാതെയോ വീഴ്ച വന്നുവെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും. വന്ന കുറവുകളെ ദൈവസന്നെ ഏറ്റുപറഞ്ഞ് നീ പ്രാർത്ഥിക്ക്. നഷ്ടപ്പെട്ടു പോയത് നിനക്ക് മടക്കിത്തരും. നഷ്ടപ്പെട്ടു പോയ ഏതു മേഖലയായിരുന്നാലും നീ തിരിച്ചു വരിക, കർത്താവിലേക്ക് തിരിച്ചു വാ. പരിശുദ്ധാത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരും. ഈ ശബ്ദം കേട്ട് ജീവിതത്തെ സമർപ്പിക്കുന്നവർക്കായി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മീയരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകൾ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളുണ്ടെങ്കിൽ, ആത്മീയ മേഖലകൾ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളെ, പ്രാർത്ഥനാ ജീവിതങ്ങൾ, ആരാധന ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ, ദർശനങ്ങളെ മടക്കി കൊടുക്കണമേ.
പുതിയ ബലത്താലും പുതിയ ശക്തിയാലും നിറവിനാലും ഈ ദൈവജനത്തെ നിറയ്ക്കും. പരിശുദ്ധാത്മ ബലപ്പെടുത്തും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.